ഹേ ഓൾ ദിസ് ഈസ് റഷ്വിൻ. ഞാൻ എൻ്റെ S23 എടുത്തിട്ട് ഒരു വർഷം ആവാറായി. ഇത്രയും കാലം യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫോണിനെ പറ്റിയുള്ള പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് തന്നെ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളും കൂടാതെ 2026 ആരെങ്കിലും ഈ ഒരു ഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഒട്ടും സമയങ്ങളെല്ലാം നേരെ വീഡിയോയിലോട്ടോ. ആദ്യം തന്നെ പറയാലോ, ഒരു സാംസങ് S23 എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും പറ്റിയ ഫോണല്ല. ഇതിന് കുറച്ച് നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. നമുക്ക് പോസിറ്റീവ് തന്നെ തുടങ്ങാം. ഇതിൻ്റെ ഒരു സൈസ് ഉണ്ടല്ലോ, ഈ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ഹാൻഡി ഫിനിഷ്, ചെറിയൊരു സൈസ്, ജസ്റ്റ് 6.1 ഇഞ്ചസ് വരുന്നുള്ളൂ. ആൻഡ് ഇത് കൈ പിടിക്കാനായാലും കൊണ്ടെടുക്കാനായാലും പോക്കറ്റിലിടാനാണെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്, കംഫർട്ടാണ്. ആൻഡ് നമ്മളിത് അറിയത്ത് പോലുമില്ല. ആൻഡ് കൈ പിടിക്കുന്ന സമയത്ത് ഇതിൽ മെയിനായിട്ട് ഇതിൻ്റെ ഡിസൈൻ ഒരു ഭാഗമാണ്. കാര്യം ഇതിൻ്റെ സൈഡ് ബെസൽസ് ഉണ്ടല്ലോ, സൈഡിലുള്ളത് ഒരു അലുമിനിയം ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഈ അലുമിനിയം ഫിനിഷ് പക്ക ഐഫോൺസിലൊക്കെ വരുന്ന പോലെ ഒരു ബോക്സി ഡിസൈൻ അല്ല, എന്ന ബോക്സി ഡിസൈനാണ്. ഒരു ചെറിയൊരു കർവ് കൊടുത്തിട്ട് കയ്യിൽ പിടിക്കുന്ന സമയത്ത് നമ്മളെ കൈയിനോട് വേണമെങ്കിൽ ചേർന്ന രീതിക്കാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ക്യാമറയുടെ മോഡുകളിലും അലുമിനിയം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. S23 കാണുമ്പോൾ തന്നെ അറിയാം അതൊരു പ്രീമിയം ലുക്കുള്ള ഒരു ഡിവൈസാണ്. ആൻഡ് ഇപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 40,000 കാണിക്കുന്നത്. ഞാൻ ഈ ഫോൺ എടുക്കുമ്പോൾ 37,000 ഉള്ളതായിരുന്നു. ബിഗ് ബില്യൺ കഴിഞ്ഞ ശേഷം ഡിസംബർ ടൈമിലാണ് ഞാൻ ഈ ഒരു ഫോൺ എടുക്കുന്നത്. സോ ആ ടൈമിൽ 37,000 രൂപയ്ക്കാണ് എനിക്കൊരു ഫോൺ കിട്ടിയത്. ആ ഒരു പ്രൈസിനകത്ത് അടിപൊളിയായിരുന്നു. അതിലും കുറേയായിരുന്നു. കാർഡ് ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 35 രൂപയ്ക്ക് എനിക്കത് കിട്ടുമായിരുന്നു. എൻ്റെ കയ്യിൽ കാർഡില്ലായിരുന്നു. സോ അത്രയും പ്രൈസിനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ അടിപൊളിയാണ്. പിന്നത്തെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നല്ല ഒന്നാം തരം അടിപൊളി ഡിസ്പ്ലേ ആണ്. ഇതിൽ 120 ഹെർട്സിൻ്റെ 6.1 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു ചെറിയ ഡിസ്പ്ലേയിൽ 120 ഹെർട്സ് വർക്ക് ചെയ്യുന്നത് നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ ആ കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. അല്ല, സാംസങ്ങിൻ്റെ ബ്രൈറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡിസ്പ്ലേ. അവരുടെ UI പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും നല്ല ക്ലീൻ ആയിട്ടുള്ള UI ആണ്. One UI ആക്ച്വലി എനിക്ക് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു One UI ഇഷ്ടമല്ലായിരുന്നു. അത് കാണുമ്പോൾ തന്നെ എന്തോ മാറിയായിരുന്നു. എന്നാൽ അത് സാംസങ്ങിൻ്റെ S23 യൂസ് ചെയ്തത് മുതൽ ഞാൻ അതിൻ്റെ ഫാൻ ബോയ് എന്ന് പറയും. അങ്ങനെ തോരെ ബഗ്ഗുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നില്ല. UI 6 ആയിരുന്ന സമയത്ത്, One UI 6 ആയിരുന്ന സമയത്ത് ചില്ലറ ബഗ് ഉണ്ടായിരുന്നു. നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത്, അതുപോലെ ബാക്ക് അടിക്കുന്ന സമയത്തൊക്കെ ഒരു ലാഗ്. എന്നാൽ UI 7 വന്നപ്പോൾ അത് പക്ക ആയിട്ടുണ്ട്. ആൻഡ് ഭയങ്കര സ്മൂത്ത് ആൻഡ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു UI തന്നെയാണ്. പിന്നെ സാംസങ്ങിൻ്റെ മെയിൻ ഘടകം, ഞാൻ ഈ ഒരു ഫോൺ എടുക്കാനുള്ള മെയിൻ റീസൺ ഇതിൻ്റെ ഒരു സൈസും ആൻഡ് ഇതിൻ്റെ ഒരു ക്യാമറയാണ്. വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഫോട്ടോ ആണെന്നുണ്ടെങ്കിലും പോർട്രേറ്റ് വീഡിയോ വാട്ട് എവർ, സാംസങ്ങിൻ്റെ ക്യാമറ ഈസ് അടിപൊളി. ആൻഡ് എസ്പെഷ്യലി S23. ഞാൻ ഈ ഫോൺ എടുത്തത് ക്യാമറ യൂസ് ചെയ്ത് ഈ ഒരു യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ, എൻ്റെ ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിരുന്നു. ആൻഡ് ആ കാര്യത്തിൽ ഈ ഒരു ഫോൺ എനിക്ക് പക്കാ സാറ്റിസ്ഫൈഡ് ഫീലാണ് തന്നിട്ടുള്ളത്. സാംസങ് യൂസർ ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും സാംസങ്ങിൻ്റെ ക്യാമറയെ പറ്റി ആൻഡ് UI പറ്റിയും ഡിസ്പ്ലേനെ പറ്റി. അതൊന്നും ഞാൻ ആക്ച്വലി പറയേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങളൊക്കെ ഇതിലും പക്കാ പോസിറ്റീവാണ്. ക്യാമറയിൽ ചെറിയ ഇഷ്യൂസ് വരാറുണ്ട്. ഇടയ്ക്ക് പോർട്രേറ്റ് ഫോട്ടോ എടുത്ത പോർട്രേറ്റ് വരാണ്ടിരിക്കുക. അതുപോലെ വെളിച്ചം കൂടുതൽ ക്യാമറ ഇട്ട് വരുമ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും കൂടെ മാറി മാറി വരുന്നൊരു പ്രശ്നമുണ്ട്. അത് UI 6 ആയിരുന്ന സമയത്ത് എനിക്ക് ഇല്ലായിരുന്നു. എന്നാൽ UI 7 വന്നപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ക്യാമറയിൽ വന്നു. 3x എടുക്കുമ്പോൾ, പോർട്രേറ്റ് വീഡിയോയിൽ 3x എടുക്കുന്ന സമയത്ത് സ്റ്റെബിലൈസേഷൻ വരുന്നില്ല. നമ്മൾ എടുക്കുന്ന സമയത്ത് സ്റ്റെബിലൈസേഷൻ വരുന്ന പോലെ തോന്നും. എന്നാൽ വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സ്റ്റെബിലൈസ് ആയിട്ടാണ് ഈ ഒരു വാഹനം വർക്ക് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും അറിയേണ്ട കാര്യം, പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഗെയിമിംഗ് എങ്ങനെയുണ്ട്. ഗെയിമിങ്ങൊക്കെ സംഭവം സ്മൂത്തായിട്ടൊക്കെ വർക്ക് ചെയ്യും. എങ്കിലും ഒരു ഗെയിമിംഗ് ഡിവൈസിൽ എങ്ങനെ കളിക്കുന്നോ ആ ഒരു ഫീല് കിട്ടില്ല. സ്നാപ്ഡ്രാഗൻ്റെ Gen 2 ആണ്. ഗെയിം അങ്ങനെ ലാഗില്ലാണ്ട് കളിക്കുകയും ചെയ്യാം. എന്നാലും ഒരു ഗെയിമിംഗ് ഡിവൈസിൽ Gen 2 എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആ ഒരു ടൈപ്പിലല്ല ഈ ഒരു ഫോണിൽ വർക്ക് ചെയ്യുന്നത്. കുറച്ച് അണ്ടർ ക്ലോക്കഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നോർമലി ഞാൻ ഗെയിം കളിക്കാനല്ല ഞാൻ ഈ ഫോൺ വാങ്ങിയതും. ഈ ഒരു ഫോണിൽ ഗെയിം കളിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവും. നമുക്ക് വല്ലപ്പോഴൊക്കെ കളിക്കാം. ആൻഡ് ഒരു ഡെയിലി ഗെയിമിംഗ് ഡിവൈസ് ആയിട്ട് നടക്കില്ല. ഒരു ഡെയിലി ഡ്രൈവറായിട്ടും ഒരു നോർമൽ യൂസിനൊക്കെ ഇത് പക്കയാണ്. പിന്നെ അപ്ഡേറ്റ്, ഗ്രീൻ ലൈൻ ഇഷ്യൂ, ബഗ്, അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ ചോദിച്ചാൽ ഞാൻ അത്യാവശ്യം അപ്ഡേറ്റ് ചെയ്ത ഒരാളാണ്. UI 7 എത്തി. അത്യാവശ്യം പാച്ച് അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്നും വന്നില്ല. ചെറിയ ബഗ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ക്യാമറയുടെ കാര്യത്തിൽ. അതുപോലെ ബാറ്ററി, എസ്പെഷ്യലി ബാറ്ററി, നല്ല ബാറ്ററി ഉണ്ടായിരുന്ന ഡിവൈസ് ഇപ്പോൾ വളരെ ഷോക്കാണ്.
ആ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ നെഗറ്റീവിലോട്ട് എത്തുമ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ പറയാണ്ട് വെച്ചിരുന്നത്, ബാറ്ററി സൈഡ്. അതായത് ഞാൻ വാങ്ങിയ സമയത്ത് കഴിഞ്ഞ ഡിസംബറിൽ ഈ ഒരു ബാറ്ററി എനിക്ക് കിട്ടിയിരുന്നത് ഒരു 6 മണിക്കൂർ, 5.5 മണിക്കൂർ, ഒരു 7 മണിക്കൂറൊക്കെ കിട്ടിയിരുന്നു. ഒരു നോർമൽ യൂസാണ്, അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്ത് ക്യാമറയ്ക്ക് യൂസ് ചെയ്ത് യൂട്യൂബ്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു 6 മണിക്കൂറൊക്കെ കിട്ടിയിരുന്നു. എന്നാൽ ഈ ഒരു 3-4 മാസമായിട്ട്, അതായത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത ശേഷം UI 6 നിന്ന് 7 അപ്ഡേറ്റ് ചെയ്ത ശേഷം വളരെ ശോകമാണ്. ഒറ്റയടിക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് അല്ല, ഇങ്ങനെ പതുക്കെ പതുക്കെ ഒരു UI അപ്ഡേറ്റ് ചെയ്ത ഒരു മാസത്തിനുള്ളിൽ പക്കായിട്ട് അടിച്ചു പോയ മാതിരിയാണ്. ഒരു 3 ഹവറൊക്കെ കിട്ടിയാൽ കിട്ടി, 3 ഹവറല്ല, ഒരു 4 ഹവർ മാക്സിമം പോയ 4 ഹവർ, 3 ഹവറാണ് ഇതിൻ്റെ നോർമൽ കിട്ടിയിരുന്നത്. ഡയറക്റ്റായിട്ട് ഈ യൂട്യൂബ്, ക്യാമറ, ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു 3, 3.5, 4 ഈ റേഞ്ച് വിട്ട് പോകത്തില്ല. ഡെയിലി ഞാനൊരു 2 തവണയൊക്കെ മിനിമം കുത്തിവെക്കും. ആൻഡ് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക, ബാറ്ററി ഈസ് വെരി 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 ബാഡ്. പിന്നെ പറയാനുള്ള കാര്യം ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവും, കാര്യം ചെറിയൊരു ഡിവൈസാണ്. ഇതിൽ ഹീറ്റ് പുറത്തേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അത്യാവശ്യം ഹീറ്റൊക്കെ ആവും. സൈഡിലുള്ള ഒരു ബെസൽസ് ഉണ്ടല്ലോ, ഒരു അലുമിനിയം ഫിനിഷ്, അതൊക്കെ നല്ല രീതിക്ക് ഹീറ്റ് ആവുന്നുണ്ട്. ഗെയിം കളിക്കേണ്ട, ഒരു നോർമൽ യൂസിലാണ് തന്നെ കുറച്ചധികം രീതിക്ക് ഹീറ്റ് ആവുന്നുണ്ട്. ഈ ബാറ്ററിയുടെ കാര്യം, ഹീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്കൊരു ഇഷ്യൂ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ അടിപൊളിയാണ്. 2026 അടിപൊളി തന്നെയാണ്. എന്നാൽ ഇതിപ്പോൾ സാംസങ്ങിൻ്റെ S24 വരുന്നുണ്ട്. അതിപ്പോൾ 44,000 ആ ഒരു റേഞ്ചാണ് കിടക്കുന്നത്. ആ ഒരു റേഞ്ചിലുള്ള സാംസങ് S24 വാങ്ങണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ റേഞ്ചിലൊരു 35 ആ ഒരു സംതിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ചൂസ് ചെയ്യാം. വല്ല സെയിലൊക്കെ വരുന്ന സമയത്ത് ഒരു 35 ആ ലെവലൊക്കെ എന്തായാലും കിട്ടും. കാര്യം എനിക്ക് കഴിഞ്ഞ കൊല്ലം ഈ ഒരു പ്രൈസിൽ കിട്ടിയെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം എന്തായാലും കിട്ടും. ആൻഡ് ഡോണ്ട് ഗോ ഫോർ സെക്കൻഡ് ഹാൻഡ് ഫോൺസ്. S23 സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നതിൽ ഞാൻ ഒരിക്കലും യോജിക്കില്ല. കാര്യം ആ ഒരു ബാറ്ററി ബാക്കപ്പ് ഒക്കെ പറ്റിയ രീതിക്ക് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് യൂസേഴ്സിന് ഈ ഒരു ഫോൺ പറ്റും എന്നുള്ള കാര്യം പറഞ്ഞുതരാം കേട്ടോ. അതാണ് നമ്മളെ മെയിൻ കാര്യം. അതായത് നിങ്ങളൊരു ലൈറ്റ് യൂസറാണ്, വല്ലാണ്ട് ഫോണൊന്നും യൂസ് ചെയ്യില്ല, നിങ്ങളെ ഫോൺ യൂസേജ് ഒക്കെ കുറച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ അടിപൊളിയാണ്. ഇതിൽ നല്ല ക്യാമറ ഉണ്ട്, നല്ല വീഡിയോഗ്രാഫി, നല്ല ഡിസ്പ്ലേ ആൻഡ് എല്ലാ കാര്യങ്ങളും നല്ലതാണ്. ബാറ്ററി മാത്രം കുറച്ച്, അത് ആ ഒരു ചെറിയ ഫോൺ വെച്ച് നോക്കുമ്പോൾ ഇത് നൈസാട്ടോ. അപ്പോൾ പറഞ്ഞു തന്നത്, ലൈറ്റ് യൂസറാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഹെവി യൂസറാണ്, നല്ല ഗെയിമിങ് നടക്കും, നല്ല ക്യാമറ, നല്ല എഡിറ്റിംഗ്, ഫുൾ പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാണ്ടിരിക്കുക. ഗോ ഫോർ അനദർ ഓപ്ഷൻ. S24 ആണെന്നുണ്ടെങ്കിൽ S23 ആണെന്നുണ്ടെങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ നിങ്ങളെ പ്രൈസ് കുറവാണ്, 35 സംതിങ് അല്ല ആ ലെവലിൽ ബഡ്ജറ്റ് വരുന്നുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. S23 എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ S24 പോവാം. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ബാറ്ററി വളരെ വളരെ ശോകമാണ്, ഒരു 4-5 മണിക്കൂറേ കിട്ടത്തുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം, റിപ്ലൈ ഇരുന്നതാണ്. സോ ബൈ ബൈ.